ഇത് ഭൗതികശാസ്ത്രത്തിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോയാണ്. ആദ്യത്തെ പാർട്ടിൽ മുഴുവനായി പ്രതിപാദിച്ചത് പ്രകാശ പ്രതിഭാസങ്ങളെ പറ്റിയായിരുന്നു. പ്രകാശ പ്രതിഭാസങ്ങളിൽ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയ ഒരു പോർഷനാണ് പൂർണ്ണാന്തരിക പ്രതിഫലനം. ഒപ്റ്റിക്കൽ ഫൈബറുകൾ വഴി അതിവേഗ വിവരവിനിമയത്തിന് സഹായിക്കുന്ന പ്രകാശ പ്രതിഭാസമാണിത്. PSC എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് വജ്രത്തിൻ്റെ തിളക്കത്തിന് കാരണമാകുന്ന പ്രതിഭാസം ഏത് എന്നത്. അതിൻ്റെ കാരണം പൂർണ്ണ ആന്തരിക പ്രതിഫലനമാണ്. ഇൻ്റർഫറൻസ്. ഒന്നിൽ കൂടുതൽ പ്രകാശ തരംഗങ്ങൾ ഒരേ സ്ഥലത്തെത്തുമ്പോൾ അവയുടെ ഫലങ്ങൾ കൂടിച്ചേർന്നാണ് ഇൻ്റർഫറൻസുകൾ ഉണ്ടാകുന്നത്. സോപ്പ് കുമിളകളിലും വെള്ളത്തിലുമുള്ള എണ്ണപ്പാളികളിലും കാണപ്പെടുന്ന മനോഹര വർണ്ണങ്ങൾക്ക് കാരണം ഇൻ്റർഫറൻസുകളാണ്. സൂര്യപ്രകാശം സോപ്പ് കുമിളകളുടെയോ എണ്ണപ്പാളിയുടെയോ നേർത്ത ഉപരിതലത്തിൽ തട്ടുമ്പോൾ ഒരു ഭാഗം പുറം വശത്തുനിന്നും മറ്റൊരു ഭാഗം അകത്തെ വശത്തുനിന്നും പ്രതിഫലിക്കുന്നു. ഈ രണ്ട് പ്രകാശ തരംഗങ്ങളും തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ ചില പ്രത്യേക നിറങ്ങൾ കൂടുതൽ തെളിഞ്ഞു കാണുകയും ചിലത് ഇല്ലാതാവുകയും ചെയ്യുന്നു. ഇതാണ് നമ്മൾ കാണുന്ന ഈ മനോഹരമായ നിറങ്ങൾക്ക് കാരണം. ഇതിനെ തിൻ ഫിലിം ഇൻ്റർഫറൻസ് എന്ന് വിളിക്കുന്നു. പ്രകാശ പ്രതിഭാസങ്ങളിൽ അവസാനമായി പഠിക്കുന്നു ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം. പ്രകാശരശ്മികൾ, അൾട്രാ വയലറ്റ് കിരണങ്ങൾ, ഗാമ കിരണങ്ങൾ എന്നീ 3 വേവ്സ് ഓർത്തു വയ്ക്കുക. പ്രകാശകിരണങ്ങൾ, അൾട്രാ വയലറ്റ് കിരണങ്ങൾ, ഗാമ കിരണങ്ങൾ. ഇവ 3ഉം സോഡിയം, പൊട്ടാസ്യം, സിങ്ക്, ലിഥിയം തുടങ്ങിയ 4 ലോഹങ്ങളിൽ പതിച്ചാൽ ഉടനെ അവയിൽ നിന്നും ഇലക്ട്രോണുകൾ ഉത്സർജിക്കുകയും എമിറ്റ് ചെയ്യുകയും ഇതാണ് ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം. ഹെൻറിച്ച് ഹെർട്സ് ആണ് ഈ പ്രതിഭാസം കണ്ടുപിടിച്ചത്. പിന്നീട് തൃപ്തികരമായ ഒരു വിശദീകരണം ആൽബർട്ട് ഐൻസ്റ്റീൻ ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവത്തിന് നൽകി. അതിനാൽ അദ്ദേഹത്തിന് നൊബേൽ സമ്മാനം ലഭിച്ചു.